ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്ഥായിയായ വൃക്കസ്തംഭനം, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5 എന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഹായ്, എൻ്റെ പേര് ഡോക്ടർ അപ്പു ജോസ്. ഞാൻ മാക്സ് കെയർ ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. എന്താണ് സ്ഥായിയായ വൃക്കസ്തംഭനം? നമ്മുടെ 2 വൃക്കകളും തകരാറിലായി ഇനിയും ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ എത്തുന്നതിനെയാണ് നമ്മൾ സ്ഥായിയായ വൃക്കസ്തംഭനം എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ ഡയാലിസിലോട്ട് പോകണം, അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റിലോട്ട് പോകണം. ഈ 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഈ അവസ്ഥയിൽ രോഗിയുടെ മുന്നിലുള്ളത്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ പല ആൾക്കാരും ഡയാലിസിസ് ആണ് ട്രാൻസ്പ്ലാന്റിനേക്കാൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. അത് പലപ്പോഴും ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ കൊണ്ടാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5 ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും റീനൽ ട്രാൻസ്പ്ലാന്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5 രോഗി ഡയാലിസിലോട്ട് പോയി കഴിഞ്ഞാൽ ആ രോഗിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിലും ആ രോഗികളുടെ ആരോഗ്യം സാധാരണഗതിയിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്.